ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. കണ്ടപ്പോഴേ തന്നെ മനസ്സിലായി കാണും മഷ്റൂം വെച്ചുള്ള എന്തോ ഒരു ഐറ്റമാണ് എന്ന്. അതെ, മഷ്റൂം വെച്ചുള്ള ഒരു സ്പെഷ്യൽ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മഷ്റൂം നിങ്ങൾക്ക് വീട്ടിലൊന്നും സാധാരണ ഇപ്പം കാണത്തില്ല, എല്ലാവരും കടയിൽ നിന്നാണ് മേടിക്കുന്നത്. സോ കടയിൽ നിന്ന് മേടിച്ചാലും വീട്ടിലുണ്ടായതാണെങ്കിൽ പോലും മഷ്റൂം ക്ലീൻ ചെയ്യുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിന് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂടുവെള്ളം ഇട്ട് ക്ലീൻ ചെയ്യേണ്ട, പച്ചവെള്ളം ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ മതി. ക്ലീൻ ചെയ്ത സാധനം നല്ല രീതിയിൽ ആ വെള്ളത്തിൻ്റെ അകത്ത് മുക്കി പിഴിഞ്ഞെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കണം. നമ്മൾ ക്ലീൻ ചെയ്ത മഷ്റൂം അടുത്തതായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ നിങ്ങളുടെ സൈസ് എങ്ങനെയാണോ ആവശ്യമുള്ളത് ആ ഒരു സൈസിൽ കണ്ടിച്ച് നമ്മൾ അരിഞ്ഞ് വെക്കുക. മഷ്റൂം അരിഞ്ഞ് തൽക്കാലം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യം അതിൻ്റെ മസാല റെഡിയാക്കാം. ഒരു വലിയ സവാള അരിഞ്ഞത് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ചെറുതായിട്ട് വഴട്ടിയെടുക്കുകയാണ്. വലിയ സവാള ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ചെറിയ 2 സവാള ആയാലും മതി. അപ്പോൾ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് പാകത്തിനിട്ടിട്ട് നമ്മൾ സവാള ആദ്യമേ വഴട്ടുകയാണ്. സവാള വഴട്ടേണ്ട കാര്യം ആരെയും പഠിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത്, ഒരു 1/4 ഇഞ്ചി ചതച്ചത് നമുക്ക് ഇതിൻ്റെ അകത്തിട്ടിട്ട് അതും കൂടി ഇട്ട് വഴട്ടണം. ഇഞ്ചിയുടെ കൂടെ നമുക്ക് എരിവിനായിട്ട് അല്പം പച്ചമുളകും കൂടെ കീറിയിടണം. പച്ചമുളക് എന്ന് പറയുന്നത് 2-3 പച്ചമുളക് നിങ്ങൾക്ക് കീറിയിടാവുന്നതാണ്. നിങ്ങളുടെ എരി എന്താണോ ആവശ്യത്തിന് അതിനാവശ്യത്തിനുള്ള പച്ചമുളകിന് ശേഷം നമ്മൾ 2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഇത് വഴടുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യാനുള്ള വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം നമുക്ക് ഒരു കുക്കറിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അധിക നേരം ഒന്നും മഷ്റൂം കുക്കറിൻ്റെ അകത്തിട്ട് വേവിക്കണ്ട. മാക്സിമം പോയാൽ 2 വിസിൽ, അതിനുള്ളിൽ നമ്മുടെ മഷ്റൂം നമുക്ക് വേണ്ട പരുവത്തിൽ വെന്ത് കിട്ടും. നമ്മുടെ സവോള ഏകദേശം വഴണ്ട് കിട്ടിയിട്ടുണ്ട്, മസാലയുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. നല്ല തേങ്ങാപ്പാൽ, ഒരു 1/2 തേങ്ങയുടെ പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. നമ്മുടെ മഷ്റൂമിന് വേണ്ട മസാല നമ്മൾ നല്ലതായിട്ട് ഇളക്കിയിട്ട് കുറുകാൻ വേണ്ടി വെക്കുക. ഇനിയുള്ളതാണ് സ്പെഷ്യൽ ഫാക്ടർ. ഇതാണ് അണ്ടിപ്പരിപ്പ്, ഒരു 5-6 അണ്ടിപ്പരിപ്പ്. അതിനകത്തോട്ട് ഒരു ചെറുതായിട്ടുള്ള സവാളയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിലടിച്ച് മാറ്റി വെക്കുക. നമ്മുടെ മസാല ഒന്ന് കുറുകി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ കുക്കറിൻ്റെ അകത്ത് വെന്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. മസാല നല്ല രീതിയിൽ മഷ്റൂമിൽ പിടിക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകില്ല. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. ഒരു അത്യാവശ്യം മസാല പിടിച്ചു എന്നൊരു ഘട്ടം എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സിക്കകത്ത് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മസാലയിലേക്ക് ചേർക്കുക. നമ്മുടെ മഷ്റൂം നമ്മുടെ സ്പെഷ്യൽ മസാലയുമായിട്ട് മിക്സ് ആകുമ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ കാണുന്നവരിൽ ഒരു 75% പേരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. ചുമ്മാ ആ റെഡ് ബട്ടൺ അമർത്തിയാൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ആകുന്നതായിരിക്കും. നമ്മുടെ മഷ്റൂം ഏകദേശം ഒന്ന് തിളച്ച് റെഡിയായി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഇളക്കി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. തിളയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറ് വട്ടിപ്പോകുന്നതിന് മുമ്പ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കറിയുടെ ആവശ്യമുള്ള ചാറിനനുസരിച്ച് തിളയ്ക്കാൻ വെക്കുക. മാക്സിമം പോയാൽ ഒരു 2 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ മതി.
ഒന്ന് തിളയ്ക്കാറായി കഴിഞ്ഞ് നമ്മുടെ മഷ്റൂം കറി ഏകദേശം ആകുമ്പോഴത്തേക്കും അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് എന്ന രീതിയിൽ ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യൽ മഷ്റൂം കറി ഇതാ റെഡി ആയിരിക്കുകയാണ്. നല്ല രുചി, നല്ല മണം, നല്ല ഒന്നാം തരം സാധനമാണ്. നമുക്ക് വെജിറ്റേറിയൻസിനോ നോൺ വെജിറ്റേറിയൻസിനോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കൂൺ കറി ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ഈ മഷ്റൂം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അതൊരു വേറെ ഒരു ഐറ്റം തന്നെയാണ്. വെജിറ്റേറിയൻസിൻ്റെ അകത്ത് ഏറ്റവും വലിയ പൊളി ഐറ്റമാണ് മഷ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.